പ്രിയമുള്ളവരെ, മരണത്തെ നാം പല വിധത്തിൽ നോക്കിക്കാണാം. എന്നാൽ നമ്മുടെ തന്നെ മരണത്തെയും ആ ചിന്തയിൽ നിന്നാണ് ഈ നാടകം പുലർത്തുന്നത്. വർത്തമാന മലയാളിക്ക് മുന്നിൽ കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ഈ ചെറു നാടകത്തിലൂടെ ചോദിക്കുന്നു. എന്റെ തലമുറയുടെ പശ്ചാത്താപം കൂടിയാണ് ഈ നാടകം. മത്തായിയുടെ മരണം. മണിമലക്കുന്ന് പഞ്ചായത്ത് വാർത്തകൾ. മണിമലക്കുന്ന് പള്ളി ഇടഭാഗവും പുതുകാരി പഞ്ചായത്തിനും മുൻ പഞ്ചായത്ത് അംഗവും പ്ലാനുമായ മാളിക വീട്ടിൽ ശ്രീ മഹായിക്കും ഇന്ന് രാവിലെ 5 മണിക്ക് അന്ത്യവിശ്വാസങ്ങളെല്ലാം സ്വീകരിച്ച് നഗരത്തിലെ പൊതുകാര്യ ആശുപത്രിയിൽ വെച്ച് നിര്യാതനായ വിവരം ഏവരെയും ഞങ്ങൾ ദർശന സമേതമായിരുന്നു. പ്രിയപ്പെട്ട മണിമലക്കുന്ന് പഞ്ചായത്ത് വാർത്തകൾ. മണിമലക്കുന്ന് പള്ളി ഇടഭാഗവും പുതുകാരി പഞ്ചായത്തിനും മുൻ പഞ്ചായത്ത് അംഗവും ഇനി കാലത്തെ ബാക്കിയുള്ളത് ആരാ? 4 ദിവസമായി വെടി തീർന്ന് പെട്ടിക്കയറുന്ന മത്തായിച്ചനും ഇന്ന് ഞാനുമാണുള്ളത്. പിന്നെ ആരാ വിളിക്കാൻ ആരാ? പെട്ടിയിലോട്ട് നോക്കാം. പോയില്ലേ? നീ കാലത്തെ പക്ഷേ അവസാനം എന്റെ കഴുത്തേലാവുന്നത് ആപട്ടത് ചവിട്ടി അടിച്ചു വയ്ക്കുന്നു. ഏത് കോടതിയിൽ നിന്നെ എന്റെ കയ്യിലേക്ക് പിടിക്കി ഞാനെന്നെ പുറത്തേക്ക് വരട്ടണാവുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ.
എടാ പാപ്പിയെ, അങ്ങ് ആകാശത്തിനപ്പുറത്ത് കണ്ട ആ സ്വർഗ്ഗമെന്ന് ഭൂമിക്കടിയിൽ കണ്ട ആ നരകമൊക്കെ പറയുന്നത് ചുമ്മാതാ. ഇത് രണ്ടും ഭൂമി തന്നെയാണ്. മനസ്സിലായി. മക്കൾക്ക് രണ്ടുപേർക്കും വേണ്ടാതെ അങ്ങ് 6 ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ, അതിനുശേഷം 4 ദിവസം ഈ ഐസപ്പെട്ടി കിടന്നപ്പോൾ ഞാൻ കണ്ടതാവുന്നു. അപ്പൊ നിങ്ങൾ എത്ര സ്വർഗം കണ്ടേ? വെട്ടിയിൽ എഴുന്നേറ്റതിന്റെ മുഖം കണ്ടാകും. ആ പൂക്കളെ ചെടികളെ കണ്ടാകും. നമ്മുടെ കാർമിക പശുവിനെ കരച്ചു കേട്ടപ്പോ സ്വർഗം കണ്ടതാ. ഈ ഭൂമി സ്നേഹിക്കാനും വിശ്വസിക്കാനും ഉള്ള ഏക ജീവി മനുഷ്യനാണ്. വേറെ ആരെയും നമുക്ക് സ്നേഹിക്കാം, വിശ്വസിക്കാം. എന്നിട്ട് ഈ കഥയിലും നോവലിലും സിനിമയിലൊക്കെ പറയുന്നത് ഏതെങ്കിലും മനുഷ്യരുടെ അടുത്തുകൂടി മനുഷ്യനെ ചോദിപ്പിക്കുമെന്നാണോ? ഓടോ ഏറുമ്പോഴോ, അല്ലെങ്കിൽ നീ എന്റെ കാര്യം ചൊല്ലി നോക്ക്. ഒന്ന് എഴുന്നേറ്റിരിക്കണമെങ്കിൽ കുറച്ച് കാര്യം വേണം. അതൊക്കെ പോട്ടെ. എടാ ബാക്കി എപ്പോഴാണ് കുടിച്ചത്? എപ്പോഴാ കുടിച്ചതെന്ന് ഓർത്ത് ഈ ഐസപ്പെട്ടി തണുപ്പ് നിറച്ച് മരണിച്ച് കിടക്കേ. ഓ, ഇത്തിരി പാടാവുകയോ. എന്റെ മക്കളിച്ചു എപ്പോഴാ കുടിച്ചിരുന്നേ നോക്ക്. ഈ പെട്ടി വെച്ചുള്ള ഇരിപ്പ്, അതൊരു ഇരിപ്പ, ഒരു ഒന്നൊന്നര ഇരിപ്പ്. അപ്പോ നിനക്ക് ഒന്ന് നടത്തുമല്ലേ? എങ്ങനെ മടക്കാതിരിക്കും? ഓരോരുത്തന്മാര് വരും, എന്നിട്ട് മാറി നിന്ന് ഓരോ പറച്ചില്ല. നിങ്ങൾക്കൊന്നും അറിയണത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നാ മതി. ആ കുന്നുമ്മക്കാരുടെ ഒരു കണ്ടുവന്ന് പറഞ്ഞതെന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ഇത് കിട്ടിയാ പോരാ, ഇതിന് വലിയ ആ കഴിവേറെ കടം മേടിച്ച കാശും പലിശയുടെ പൈസ ഇനി തരാനാ. കടം മേടിച്ച കാശും പലിശയും കൂട്ടുപലിശയും എല്ലാം ഒരുപാട് പിടിയില്ലേ? നല്ല വിട്ടുവീഴ്ചയും ചെയ്യണം. എന്റെ മനുഷ്യനെ നല്ലത് ചെയ്ത ആളുകൾ നല്ലതുപോലെ. ശരിയാടാ ബാബിയെ, ചില കാര്യത്തിൽ എനിക്ക് അല്പം ആർത്തി കൂടിപ്പോയി. എന്നിട്ട് എന്നാ മേടി ചത്തിക്കിടക്കുന്നത് 4 ദിവസമായി. അടുത്തിരുന്നോണ്ട് അറിയാം, കണ്ണിൽ ഇരുമ്പ് തരാതെ നോക്കാൻ ഒരാളടുത്തുണ്ട. ശവത്തിലെ കുത്താന ബാബിയെ 6 ദിവസം ആശുപത്രി കിടന്നപ്പോഴും, അതിനുശേഷം 4 ദിവസത്തെ ഇപ്പോഴും മനസ്സിന് തകർന്നവരാണോ? ഇതാണെന്ന് പറയാതെ ജീവിച്ചിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. ചത്തിട്ട് പോയില്ല ഞാൻ കൂട്ടിക്കഥ ഫീലിങ്സ്. അപ്പോഴേ അയച്ചോ ഫീലിങ്സ് മാറ്റാൻ ഒരു സ്മോൾ ഒഴിക്കട്ടെ. എന്നാണോ ഇനി വന്നത്? ഒരു ചെറുത് ഒഴിക്കട്ടെ. പിതാവ്, എന്നാ ഞാൻ ഈ കേൾക്കുന്നത്? ജീവിച്ചിരിക്കുന്നോ മരിച്ചവരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് ഓളൊഴിക്കട്ടായിരുന്നു. ഈ എങ്ങനെ ചിരിക്കാതിരിക്കും? അത് പിന്നെ എനിക്കറിയാൻ നീ ഓർക്കുന്നുണ്ടോടാ? നമ്മൾ ആദ്യമായി ചായ കുടിച്ചതെന്നാണ്. ഓർക്കുന്നുണ്ടോന്നും പിന്നെ ആരും കാണാതെ നമ്മൾ രണ്ടാളും ഒട്ടോടി തിന്നാപ്പിന്റെ പൊരയിലേക്ക് ഓരോ ഗ്ലാസ് മേടിച്ച് ചാമ്പ്യത പിന്നെ നമ്മൾ ആരോഗ്യാതെ പള്ളിക്കരുതാനും ദുർഗതരാരുടെ തലയിൽ ഓരോ തടിക്കുന്നതും നമ്മുടെ അച്ഛനമാരെ മുണ്ടടക്കെ കെട്ടിപ്പിടിച്ച് റബ്ബർത്തെ കെട്ടിയിട്ട് ഓരോ പൊട്ടിക്കുന്നതും ഇപ്പോഴെല്ലാം കണ്ടിങ്ങനെ നിൽക്കുന്ന ഭാവിയെ അയച്ചോ. നമ്മൾ രണ്ടാളും ആദ്യമായി ഈ മലഞ്ചെരുവിൽ വന്നത് എന്നാണ് ഇയാൾ ഓർക്കുന്നുണ്ടാ? ഓർക്കുന്നു.
കൂടാരം കിട്ടിയത് താൻ ഓർക്കണ്ട. ഓർക്കണ്ടാണ് കട്ടിച്ചാക്കൊണ്ട് മറച്ച കൂട്ടാരത്തി അമ്മ വട്ടമുളത്തിരുന്നത് കപ്പയും മൂത്രത്തിൽ നിന്ന് പിന്നെ കൂടാരത്തിനകത്ത് കീറപ്പായി കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചവര് വേണ്ടോ നമുക്ക് കുറച്ച് വെച്ച് നിർത്താം. ഇല്ല പറഞ്ഞു പറഞ്ഞ് ചത്തുപോയതാണ് ചാകാത്ത ഞാനും കരയും. അതെന്താ പാപ്പി നീ അങ്ങനെ പറഞ്ഞേ? താൻ ഓർക്കുന്നുണ്ടോ തോരാതെ ഇല്ല ആ കുഞ്ഞുങ്ങളുടെ കാര്യം. പിതാവേ മലയിലിന്റെ നേരം ആദ്യം വന്ന് പെരുവെള്ളത്തിൽ എന്റെ അച്ചായി കണ്ടത് നമ്മൾ അമ്മച്ച് കാര്യം വാർത്തലഞ്ച് കരഞ്ഞത് തന്റെ അച്ചായ പുത്തൊഴുക്കിലേക്ക് എടുത്ത് ചാടി എന്റെ അച്ചായന്റെ കയ്യിൽ നിന്ന് താഴ്ന്നു താഴ്ന്നു പോയി. ഇപ്പോഴും എന്റെ ചക്കരയും കരളിലും കിടന്ന് പടയ്ക്കുന്നു വന്നയച്ചോ. എടാ പാപ്പി കാലം കുറെ കഴിഞ്ഞില്ല ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ കരയില്ലേ? അതിന്റെ പേരാണല്ലോ സ്നേഹം. സ്നേഹം നീ പറഞ്ഞ സാധനങ്ങൾ അതെങ്ങനെയാ നമ്മുടെ നെറ്റിലേക്ക് നമ്മുടെ അച്ഛനന്മാരെ കുറിച്ചാണ് തന്നതാണോ എവിടെ ഉണ്ടായിച്ചു. നമ്മുടെ അച്ഛനന്മാരെ അടിച്ചുമാണ് ഈ മല വെട്ടിപ്പിടിക്കാനുള്ളത്. നമ്മളെ കൂടെ കൊണ്ടുവന്നില്ലേ മണ്ണിനെ നോവാണ്ട് മലഞ്ചെരി വെട്ടിക്കാച്ചപ്പോ വിത്തെറിഞ്ഞ് മുള പൊട്ടിയപ്പോ ഏലച്ചെടികൾ പൂത്തപ്പോ കുഞ്ഞുങ്ങളെ വഴിയേറി പൊടി വന്നപ്പോ നമ്മളെല്ലാം അതിനോട് ചേർത്ത് നിർത്തിയില്ല. അപ്പോ ഏതാണ്ട് നേരത്തെ നമ്മുടെ പേര് പറയാണ്ട് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് കിടച്ച് കയറിയതാണോ ഈ സ്നേഹം. പാപ്പി ഭാഗ്യത്തിന് നിനക്ക് പിള്ളേരുണ്ടായില്ല. എന്റെ ഭാഗ്യത്തോട് എനിക്കെല്ലാതെ മക്കളെ നെഞ്ചി സ്നേഹമെന്ന സാധനം മുളച്ചതില്ല. അതെന്താ പാപ്പിയെ അങ്ങനെ? അതാ അത് തന്റെ കുറ്റം. എന്റെ കുട്ടിക ഞാൻ എന്നെ കുട്ടികളാണ് നീ പറയുന്നത്. താൻ തന്റെ മക്കളെ നമ്മെ തൊഴിച്ചില്ല മരത്തെ തൊഴിച്ചില്ല. താൻ അവർ മാനത്ത് കൊണ്ട് വിട്ടു. ആകാശം വെട്ടിപ്പിടിക്കാൻ ലോകം വെട്ടിപ്പിടിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ. അതുകൊണ്ട് എന്നാ പറ്റിയതാ? അവരുടെ പഠിപ്പുകാരായി ഉദ്യോഗസ്ഥന്മാരായി താൻ ഉണ്ടാക്കിയില്ലേ കുറെ പണം. ഇന്നേക്ക് എന്നാണ് വേദി കത്തി കിടക്കുന്നത് 4 ദിവസമായി. വലിച്ചിട്ട് മൂടങ്ങൾ പട്ടി അടുത്തില്ല. പാപ്പിയെ എന്നെ തോപ്പിക്കാൻ നീ നിരത്തുന്ന ഈ വാദമുണ്ടല്ലോ അതൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായ എന്ന് മുതലാണോ ഞാൻ നോക്കാൻ പറയാൻ തുടങ്ങിയത്. ഒറ്റ മകനുള്ളതാണ് അമേരിക്കയിൽ. അതാ മകത്തോട് പിള്ളേരെ കൂടെ പിന്നെ മകൾ കെട്ടിയോടെ പിള്ളേരെ കൂടെ കണ്ടില്ലേ. ഞാനിവിടെ തനിച്ച് ഞാനിവിടെ അനാമയൊരു പങ്കമാക്കി രാവിലെ തനിച്ച് അന്ത്യമാണ് ദൈവം ഒരു നേരെ വീശി ചാവറാവറ ഭാഗമാണ് രാത്രി നിന്നെ വീട്ടിലേക്ക് ഞാൻ പിന്നെയും തനിച്ച് അങ്ങനെ വെളുക്കാതെ വെളുപ്പിച്ച രാത്രികളിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചോ എന്തിനാ അയച്ചു ഇതൊക്കെ ഓർത്താണല്ലോ താൻ സൂക്കേട് കാരണമായി. ആയിരിക്കും പക്ഷെ അടിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടല്ല. പിന്നെ എന്നാ പറ്റിയത് ഇത്ര പെട്ടെന്ന് അടിപ്പെട്ട് വീഴാൻ?